പോണു. അത് ആഘോഷം പള്ളി പെരുന്നാൾ ആഘോഷിക്കണ കേട്ടോ. ഓ ഭയങ്കര സംഭവമായിട്ട് അച്ഛനെ എല്ലാവരും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അച്ഛനോട് അല്ലേ. ബലി കൊടുക്കണപ്പോ മലയാളികൾ ഭരിക്കണ ഒരു ഗ്രാമം കാണിക്കാൻ പോവാ. പെറുവിലെ ലിമേന്ന് ഏകദേശം ഒരു 1000-1200 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മരുഭൂമിയിൽ നടക്കില്ല ഒരു ഗ്രാമം ഭരിക്കണത് മലയാളികൾ, അത് മലയാളി അച്ഛന്മാര്. അപ്പോൾ ആ ഭരണം കാണാനും അവിടെ നിന്നൊരു പള്ളി പെരുന്നാളാണ്, ആ ഒരു മരുഭൂമിയിലെ പള്ളി പെരുന്നാൾ കാണാനാണ് ഞങ്ങൾ ബൈക്കിൽ പോണത്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറോളം മരുഭൂമി കൂടെ യാത്രയുണ്ട്. എൻ്റെ കൂടെ അന്തുണ്ട്. അന്ത് പവറല്ലേ? നമ്മുടെ കൂടെ വഴികാട്ടിയായിട്ടുള്ള ടീച്ചറുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിടിക്കല്ലേ നമുക്ക് പോലെ നമുക്ക് ടീച്ചർ പവറല്ലേ പവർ. അപ്പോൾ ടീച്ചറെ കൊണ്ട് ഞങ്ങൾ വഴി കാട്ടാനായിട്ട് ഞങ്ങൾക്ക് ഒരാളും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഇവിടുത്തെ കോറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ച് പിടിക്കുന്നത് നമ്മൾ ഹോണ്ടയുടെ ഏതാ വണ്ടി ഇഗ്നേറ്ററിലാണ് പോകണം 125 കേട്ടോ. റൈറ്റ് സൈഡിൽ മൊത്തം നിങ്ങൾ കാണാം ഇവിടെ മെറ്റൽ കൺസ്ട്രക്ഷനിലെ മെറ്റൽ സംഭവങ്ങളൊക്കെ എടുക്കണതാണ്. ഇവിടെ ഫുള്ളി കല്ലും മണ്ണും നിറഞ്ഞിട്ടുള്ള സ്ഥലമായ കാരണം ഇവിടെ നിന്ന് കൊണ്ടുപോകണം നോക്കിയാൽ തുറന്നിടത്തുള്ള സ്ഥലമാണ്. വെച്ച് പിടിക്കാൻ ഒരു 1.5 മണിക്കൂർ നമുക്ക് ഉണ്ട് യാത്ര. ഈ റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഈജിപ്ത് സുഡാനൊക്കെ പോയപ്പോൾ ആ ബോർഡറിൽ നമ്മൾ ഓരോ വീടുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. അതെനിക്ക് ഓർമ്മ വരണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇവിടുത്തെ ഒരു സെമി ഡെസേർട്ടാണ്. ചെറുതായിട്ടൊക്കെ ചെടികൾ അവിടെ ഇവിടെ ഇല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആ മരുഭൂമിയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ആ പള്ളി പെരുന്നാൾ കാണാൻ പോണത്. വെറൈറ്റിയിലൊക്കെ പീക്കിട്ടാ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ലേ നിങ്ങൾ നോക്കിയാൽ കണ്ട ഇതൊക്കെ വീടുകളിൽ ഇവിടുത്തെ ഈ മരുഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്നത്. ഈ കാണുന്ന അറ്റത്ത് കാണുന്ന മലയിൽ ആ മലയുടെ മുകളിലേക്കാണ് നമ്മുടെ യാത്രടാ. ശരിക്കും നമ്മളൊരു അറേബ്യൻ അല്ലെങ്കിൽ സുഡാനൊക്കെ കാഴ്ചയുടെ സെയിം ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ കാണുന്നത്. നല്ല മരുഭൂമിയുടെ ഏറ്ററ്റത്ത് ഒരു മഞ്ഞുമല കാണണം. നിങ്ങൾ കണ്ട മഞ്ഞ് വീണ അതൊക്കെയാണ് പെറു എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചിനാണ് പെറു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മണ്ണിട്ട് വഴി കൂടിയുള്ള യാത്ര തുടങ്ങുന്നു. നമ്മൾ വണ്ടിയിൽ തന്നെയാണ് എല്ലാ ക്യാമറയും, അതുകൊണ്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ കാണുന്ന ഓരോ ഗ്രാമങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിയാണ്ട ഫുൾ ആൾക്കാർ ഈ മരുഭൂമി പ്രദേശത്തേക്കാണ് താമസിക്കുന്നതും അവർ കൃഷി ചെയ്തിട്ടും കോറികളിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കണം കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ടാണ് നമ്മൾ പെറുവിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി കാഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും വെച്ച് പിടിക്കാം. പിന്നെ ഷൂട്ട് ചെയ്തുമ്പോൾ അവിടെ എത്തുമ്പോൾ ഈവനിങ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അഗാധമായി കിടക്കട്ടോ. അങ്ങ് ആ മലയുടെ മുകളിലേക്ക് നമ്മൾ പതുക്കെ വണ്ടി ഓടിച്ച് കയറ്റാൻ പോണത്. അന്ന് കുറച്ച് ദൂരത്തേക്ക് പോയി നമ്മൾ ഷൂട്ട് ചെയ്ത് സമയം പോയിട്ട് നമ്മൾ. അപ്പോൾ നമ്മളിങ്ങനെ മരുഭൂമിയൊക്കെ കാണുമ്പോഴല്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാം കൃഷി സ്ഥലങ്ങൾ കാണാം കണ്ടാ. ഈ ഒരു ഭൂമിയിൽ ഈ ഒരു ലാൻഡിൽ ഈ ഡ്രൈനസിലും അവർ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടാ. നമ്മൾ വരുമ്പോൾ ഒരു അത്ഭുതം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കടലിനോട് ചേർന്നിട്ട് അവർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതൊരു അത്ഭുത കാഴ്ച നമ്മൾ കണ്ടു. നമ്മുടെ നാട്ടിലും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടി ഉണ്ട്. പക്ഷേ ഇവിടെ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടു കേട്ടോ. എന്തായാലും നമുക്കത് ഒരു എപ്പിസോഡിൽ ആ കൃഷി രീതികളെ പറ്റിയിട്ടൊക്കെ പറയാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആ സെമിയുടെ സൈഡിൽ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. റോഡ് ഭയങ്കര ബമ്പി കേട്ടോ. ഒന്ന് ശ്രദ്ധ പാളി കഴിഞ്ഞാൽ അപ്പം വീഴും. ഈ മണലും കല്ലും കൂടി ഇരുന്ന് നിൽക്കണാരനെ നമ്മൾ കുഴപ്പമില്ല. പടക്കനെ സെൻട്രൽ സൈഡിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഫുള്ള് വലിയ മൂർച്ച കല്ലുകളാണ്. നമ്മൾ കാണാൻ പോണ അച്ഛൻ അച്ഛനാണ് ഇവിടെ കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് പോയ കാരണം നമ്മളിപ്പോൾ ബൈക്കുമ്പോൾ ലോക്കലി നമുക്ക് വേറെ ടാക്സി സൗകര്യങ്ങളില്ല ഇവിടേക്ക് പോകാനായിട്ട്, ഈ ഗ്രാമത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ബൈക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് പിടിക്കണോ എങ്ങനെയും അവിടുത്തെ പെരുന്നാൾ എടുക്കണം, അവിടുത്തെ എല്ലാവരും കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ പോണത്. എന്താവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫുള്ള് വീടുകളാണ്. വലിയ മതിലുകൾ കെട്ടി കോട്ട കെട്ടി വയ്ക്കാന്ന് പറയില്ല, അതേപോലെ ഉണ്ടല്ലോ എല്ലാവരും. കൈ എടുക്കാൻ പോലെ അപ്പോൾ അങ്ങകല മഞ്ഞുമലകൾ നമുക്ക് കാണാം. അറ്റത്ത് കാണാം. അറ്റത്തെ മഞ്ഞുമലകൾ നമ്മൾ നേരെ ഈ മലയുടെ മേലേക്കാണ് പതുക്കെ കയറി പോകണം കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോണത്. അവിടെ ഭരിക്കണത് മലയാളികൾ. ആലോചിച്ചൊക്കെ നിങ്ങൾ മലയാളികളൊക്കെ ഒരു പവർ ഏത് റേഞ്ചിലാന്ന് ആലോചിക്കുക. നാട്ടിൽ മാത്രം പവർ കാണിക്കാത്തല്ലോ, പുറത്തേക്ക് വന്നാണല്ലോ ചിന്തിക്കാൻ പറ്റില്ല. ഒരു പെറുവൻ ഫ്ലാഗ് തിരിയുണ്ട്. ഫുള്ള് വീടുകളാണ്, ചെറിയ വീടുകൾ, ഹട്ടുകളാണ്. ഈ ചൂട്ടത്ത് എങ്ങനെ എൻ്റെ ഉള്ളിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് മാത്രം അറിയല്ലോടാ. നമ്മളെ ഡ്രൈ ആയി തുടങ്ങി ഭയങ്കരമായിട്ട്. വെള്ളം കൈ പിടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫുൾ പവർ. ചൂടിട്ടാ. നമ്മൾ രാവിലെ നല്ല തണുപ്പത്തുനിന്ന് കയറി വന്ന ഇപ്പത്തെ വെച്ച് ചൂടിട്ടാ. മരുഭൂമി ഇവിടുത്തെ മണ്ണ് കണ്ട നിങ്ങൾ കണ്ട
ഈ മണ്ണും കല്ലും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ കണ്ടു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെളി മിക്സ് ആയിട്ടുള്ള പോയിട്ടുള്ള പോലത്തെ ഒരു പ്രകൃതിയാണ് നമ്മൾ നോക്കിയാൽ. ഇവിടുത്തെ ഭൂപ്രകൃതി കണ്ട ജിയോഗ്രഫിക്കലി ഒരു വെറൈറ്റി സംഭവമാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണ. അങ്ങനെ മലകൾ താണ്ടിയിട്ടുള്ള യാത്ര കേട്ടോ. എന്നൊക്കെ എടുക്കാൻ വഴിയിട്ടാ. നമ്മൾ നമീബിയയിലൊക്കെ പോയ പോലെ കേട്ടോ. അടിപൊളി. നമ്മൾ പരീക്ഷിക്കാത്തൊരു മേഖലയുണ്ട് ബൈക്ക് റൈഡിങ്. നിങ്ങൾക്ക് ബൈക്ക് റൈഡിങ് മൂഡ് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞോളാം. നമുക്ക് അടുത്ത യാത്രകളൊക്കെ നമുക്കൊരു ബൈക്ക് റൈഡ് സീരീസ് ഒക്കെ നമുക്ക് നടത്താം. പ്ലാനിലുണ്ട്, നമുക്ക് വഴിയെ വരും അതൊക്കെ. അപ്പം അങ്ങനെ എന്താ ഒരു ഹൈലക്സ് ഒക്കെ വരുന്നുണ്ടാ. പൊടിയും കൊണ്ടാണ് വരണേ, അതാണ് പ്രശ്നം. ഫുൾ പൊടിയാണ്. ഇത് ഫുള്ള് മണല്ല കേട്ടാ. ഇവിടുത്തെ കല്ല് കണ്ട, മണ്ണും കല്ലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന സംഭവം നോക്കിയാണ്ട. ഒരു റെഡ് കളറ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ കേട്ടാ. കണ്ടപ്പോൾ നിർത്തി കേട്ടാ. ബൈക്ക് റൈഡ് ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടാ. പണിയുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് ഈ ടെറൈനും കൂടെ ആകുമ്പോഴേ നമുക്ക് വീഡിയോഗ്രാഫിയിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരമാവധി നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്നാലും നമ്മൾ വെച്ച് പിടിക്കുന്നു. നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് അവിടേക്ക് എത്താന്നുള്ളതാണ്. വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ടടാ. ഈ സൈഡാണ് തിരിഞ്ഞ് നല്ല വഴി, അതിനടുത്ത് വേറെ രസം. സെൻട്രലിലേക്ക് പോകുമ്പോൾ ഫുള്ള് കല്ലും ഇതൊക്കെ വേണ്ട, ഇതിനെ പിടിക്കാം. ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഡ്രോൺ പറപ്പിച്ചപ്പോൾ അത് ഹൈ ഓൾട്ടിറ്റ്യൂഡാന്ന് പറയുന്നുണ്ടാ. നല്ല പൊക്കമുണ്ടെന്ന് കൊണ്ട് എത്രയാണെന്ന് അറിയില്ല. ഇൻ്റർനെറ്റ് കിട്ടുമ്പോൾ നോക്കണം. ഇവിടെ ഇൻ്റർനെറ്റ് പോയിട്ട് ഒരു റേഞ്ച് പോലും ഇല്ല. ഫോൺ വിളിക്കാൻ പോലും റേഞ്ചില്ലാത്തൊരു ഏരിയ. നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് കണ്ടറിയാം. അമ്മാരത്തൊരു ഡെസേർട്ടിൻ്റെ ഒരു എപ്പിക്ക് ജേണിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാനമാണ് ഈ മലയാളി ഭരിക്കണ ഗ്രാമങ്ങളെന്ന് പറയുമ്പോഴാണ് അത്ഭുതട്ടാ. നില പിടിക്കാൻ വെച്ചല്ല കേട്ടോ. നമുക്ക് അന്ത് ബാക്കിലുണ്ട്. നമ്മൾ രണ്ടുപേരും അവസ്ഥയിലേക്ക് നമുക്ക് വഴി അറിയില്ലടാ. ഈ വഴി വെറുതെ അല്ല. അച്ഛൻ ആ ടീച്ചർ നമ്മുടെ ഇവിടെ വിട്ടു കേട്ടോ. നിങ്ങൾ പോയ വഴി തെറ്റെന്ന് പറഞ്ഞു. വെറുതെ ഒന്നല്ല, നമുക്കിവിടെ ഒരു GPS പറ്റൊന്നുമില്ല കേട്ടോ. നോക്കിയാ ട്രെയിൻ കിടക്കണ കിടപ്പാണ്ട. ഒരു വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്താൽ വിഷ്വല് കളയാൻ പാടില്ല. അതിന് നമ്മളിപ്പോൾ നമ്മൾ ആ ഒരു റിസ്കി ആയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. ഈ ഒരു ടെറൈൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നോക്കിയാൽ ഒരു കഷ്ണം കരിക്കണം. നോക്കിയാൽ ചേട്ടാൻ അവിടെ കേട്ടോ മരത്തിൽ അറിയണ ചെറിയ കഷ്ണം മാത്രം നിൽക്കണ പൊട്ടിയും കൊണ്ടാ വരണേട്ടാ. നമ്മുടെ അത്ഭുതം എന്താണെന്നറിയോ, ഈ അച്ഛന്മാര് എങ്ങനെയാണ് ഇവിടെ വന്ന് ഈ ഒരു ഇടവക ഉണ്ടാക്കലും അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തേക്ക് വരലൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഒരു 14 ഇടവകൾ ഇതേപോലെ ഓരോ മുക്കിലും മൂലയിലുള്ള 14 ഇടവകളൊക്കെ ഇവർ വന്ന് ഇവിടെ ഡെവലപ്മെന്റ് കൊടുക്കട്ടോ. നമ്മൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ ഉപരി, അല്ലെങ്കിൽ അതൊക്കെ വിട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളികൾ ഈ ലോകമെമ്പാടും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴില്ലേ നമ്മൾ സ്തുതിക്കണം പറയില്ലേ. ഈ അച്ഛന്മാരായിക്കോട്ടെ സിസ്റ്റർമാരായിക്കോട്ടെ ഏത് മതത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തകർ ആയിക്കോട്ടെ, എല്ലാവർക്കും അതിൻ്റെതായ ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ നമ്മൾ കേരളം വിട്ട് പോകുമ്പോഴാണ് ശരിക്കും നേരിട്ട് കാണണം കേട്ടോ. നമ്മൾ ഈ ടെറയിലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. നമ്മൾ കുറേ എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ഡാൻസ് ഉണ്ട്, അവിടെ ട്രഡീഷണൽ പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് കിട്ടുമോ കിട്ടില്ലേ അതൊക്കെ നമുക്ക് അതൊക്കെ നോക്കാം കേട്ടോ. അല്ല ഇതിനുള്ളൊരു ബജാജ് കയറണൊക്കെ അല്ല ചിന്തി ചെയ്യാൻ പറ്റും. ബജാജിൻ്റെ ഓട്ടോ തന്നെ കണ്ട ഓട്ടോറിക്ഷയ്ക്ക് പോകാനായിട്ട് ഈ ടെറൈനിലും നമ്മുടെ TVSൻ്റെ ബജാജ് TVSൻ്റെ ഓട്ടോറിക്ഷ പോകണണ്ട. അല്ല അതൊക്കെ അല്ലൊക്കെ സാധനം വേണം. ഇനി നീ എന്നിട്ട് നോക്കാളെ അല്ലക്ക് ഒരു മൊമെൻറ്റം പിടിക്കുക. നമ്മൾ സ്ലോ ആക്കിയൊരു പ്രശ്നമാടാ. ഒരു മൊമെൻറ്റത്തിൽ പോകണത് ബുദ്ധി. ഒരാളും എനക്കില്ല കേട്ടോ. ഒരു സ്ഥലത്ത് ഒരാളും എനക്കില്ല. ഒരു നിഴൽ പോലും കാണാനില്ലടാ. ഫുള്ള് ഈ കുറ്റിച്ചെടികളും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓരോ വളവ് തിരിയുമ്പോൾ നമ്മൾ നോക്കും ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമങ്ങൾ തെളിയുണ്ടോന്ന്. ഒരു രക്ഷയില്ല. 1.5 മണിക്കൂർ തന്നെ പോകണ്ട. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ താണ്ടിയിട്ടാ. ഫുള്ള് നല്ല ഹൈറ്റിലൊക്കെയുള്ള മലകളെ നമുക്ക് കാണാൻ കണ്ട. ഒന്ന് 2 മിനിറ്റ് ഇറങ്ങിട്ടാ. തക്കിട്ട് പൊട്ടിയോട്ടെ എന്താ നമ്മള് ചാതി റൈഡറിന്റെ ലുക്കൊക്കെ ഉണ്ട്. ലുക്ക് മാത്രമല്ലോ അല്ലേ അത്. തരി റേഞ്ചിലട്ടോ നോക്കിയാ. നിങ്ങൾ ഒരു തരി റേഞ്ചിലുണ്ടോ? വെള്ളം കൈ പിടിച്ചില്ലട്ടാ.
ആകെ പെരുന്ന് ഇതിലൊരു ഹീറോൻ്റെ വണ്ടി ഉണ്ട് നമ്മുടെ എത്ര ഉള്ളോ. അത് മണ്ണ് നമുക്ക് പരീക്ഷണങ്ങൾ പറ്റില്ല അധികം, എന്നാലും നമ്മൾ എന്താ ഫുള്ള് കല്ലും മണ്ണാട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചു കണ്ട ഈ കല്ല് കണ്ട, ഇതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് അങ്ങനെ പോരും കണ്ട. വെറുതെ തൊട്ട് കഴിഞ്ഞ് വീഴാവുന്ന ഈശോ വീഴാവുന്ന സെറ്റപ്പുള്ള കേട്ടോ. ഇതൊക്കെ തുറന്നിട്ടാണ് അവർ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടേക്ക് എങ്ങനെ പണ്ടൊക്കെ എങ്ങനെ ആൾക്കാർ ചോദിച്ചാൽ ടീച്ചറുടെ അടുത്ത് പണ്ടൊക്കെ ആൾക്കാർ എങ്ങനെ ഇതിൽ ക്രോസ് ചെയ്യുന്നത്? ഇത് മറ്റേ മൈൻകാരില്ലേ, മൈൻകാർ അവരുണ്ടാക്കിയ വഴികളാണ്. അവരുടെ ജോലിക്ക് വേണ്ടി ഉണ്ടാക്കിയ വഴികളാണ്. അപ്പൊ ആ ഗ്രാമത്തിലൊക്കെ നടന്നു പോകാറ് പതിവ് ഇതിലെ. അപ്പൊ അവർക്ക് ചെറിയൊരു പട്ടണം കാണണമെങ്കിൽ എത്ര മണിക്കൂറുകൾ നടക്കേണ്ടി വരില്ലേ? അച്ഛനൊക്കെ ഇത്രയും ദൂരം പോയി അവരെ പരിപാടികൾക്ക് സമ്മതിക്കണം. ഇത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നിട്ടാരും ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്നുണ്ടല്ലേ? നമ്മൾ വരുമ്പോ കാണുന്ന വഴിയല്ലേ, മഴ പെയ്യുന്നതെല്ലാം ഒലിച്ചിറങ്ങിയ ഇതൊക്കെ. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് മഴയില്ല. വെള്ളം പലരും മുകളിൽ നിന്ന് വരണല്ലേ. പിന്നെ നമ്മൾ പോണ സ്ഥലത്ത് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു അവിടുന്ന് പക്ഷെ അതിന്റെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഈ വെള്ളം എവിടെ നിന്ന് വരുന്നതാണ്. അതെ, നമുക്ക് കാണാൻ പറ്റും പോകുമ്പോ. അത് ഇവര് അത്ഭുതമായിട്ട് അവിടെ പോയി കാണുന്നേ. ഓ അടിപൊളി. റെസ്റ്റ് എടുത്ത് പോവാം നമുക്ക്. ലെറ്റ്സ് ഗോ. ട്രെയിനല്ലേ നിൽക്കണില്ല, നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കേണ്ട സാധ്യം. നമ്മളിങ്ങനത്തെ ഒരു ഇതാണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുന്നില്ല നമുക്ക്. സൗത്ത് അമേരിക്ക കേൾക്കുമ്പോൾ കാണുന്ന വണ്ടികൾ നമ്മൾ കാണണം. നമ്മൾ ആദ്യമൊക്കെ മനസ്സിൽ സൗത്ത് അമേരിക്കയിലെ വീഡിയോസ് കാണുമ്പോൾ കാണാണ്ട് ചവർലൻ്റെ വണ്ടി നോക്കിയാൽ ഫാമിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരാട്ടാ. എന്ത് ഫാമാണ് ആവട്ടെ, അത് ദൈവത്തിനറിയാം. അന്ത് പറഞ്ഞ ഇവിടെ ഫാമുകളുണ്ട്, കോഴിയുടെ ഫാം, ആ ഫാം ഈ ഫാമൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയില്ല. വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ആവശ്യം ആയിക്കൊണ്ടിരിക്കണോട്ടാ. ടയർഡ്നെസ് വന്നു തുടങ്ങി. ഈ മലയൊക്കെ കയറി പോകണം നമുക്ക്. നല്ല ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ബ്രീത്തിങ്ങിന് കാറ്റുള്ള ആരും കുഴപ്പമില്ല. ഇവിടെ കുരിശൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്തോ ഒരു പരിപാടി, ആൾക്കാർ മരിച്ചതിൻ്റെ ആണോ എന്ത് സംഭവം എന്ന് അറിയില്ല. നോക്കിയാൽ കുരിശ് വെച്ചിട്ടുണ്ടോ കണ്ട. ഇവിടെ കല്ലും കട്ടൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടോ. വണ്ടികൾ നമ്മുടെ പിന്നാലുണ്ട്. അവർ പൊക്കോട്ടെ. അവിടുത്തെ ആൾക്കാർ പോകണതുണ്ടോ, വലിയ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. പൊടി പൊക്കോട്ടെ. പൊടിയാ ചൈനക്കാരൻ മറ്റേ ട്രക്ക് പറഞ്ഞ നോക്കിയാ. ചൈനയിലത്തെ പെറുവാ മൈൻഡ് ചെയ്യണ്ടേട്ടാ. വേറെ കാര്യം ഇനി നിർത്തണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രാന്തായി തുടങ്ങി. കുറേ സമയം ടീച്ചറെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരെ കുറവില്ലട്ടാ. ദേഷ്യം ഒന്നും വേണ്ടിയിട്ടാണ്, തമാശ പറഞ്ഞാണ്. പുള്ളിക്കാരി എത്താറായെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വെള്ളം ഇല്ലാണ്ട് ഒരു അടി മുന്നോട്ട് പോലെയാന്ന് പറഞ്ഞേ. ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണടാ. വെള്ളമില്ല, ഭയങ്കര ഡ്രൈ ആയി. എനിക്കാണ് നമ്മളെ പോർക്കും ഉരുളങ്ങ കടിച്ച് കയറ്റിയില്ലേ, അത് കാരണം കൊണ്ടിട്ടാ. എന്നാലും കുഴപ്പമില്ല, വാ പോവാം. അവിടുത്തെ സംഭവം ഇതിനുള്ളിൽ തേറ്റ് അതിൻ്റെ എൻഡിൽ എന്നിട്ടുണ്ടാവണം അറിയാൻ വേണ്ടിയിട്ട് എത്ര ആകാംക്ഷയാണ് എനിക്ക്. ഈ ഹൈലക്സുകൾ പോണതേ, അല്ലെങ്കിൽ അങ്ങനത്തെ 4x4 പോണത്. ഇവിടെ മൈനുകളുണ്ട്, ഈ പറഞ്ഞ പോലെ ഗോൾഡും കോപ്പറൊക്കെ എടുക്കണ മൈനുകളുണ്ട്. അപ്പോൾ ആ മൈനുകൾക്കാണ് ഈ വണ്ടികൾ പോകണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ ഗോൾഡും കോപ്പറൊക്കെ നമുക്ക് എടുക്കാം. എന്തായാലും ഇന്നത്തെ ലക്ഷ്യം നമുക്ക് വേറെയാണ്, അത് കാരണം പോകണം. അത് കാരണം ഈ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് അവർ ഇത്ര വലിയ വഴി ഇവിടെ ഒരുക്കിയിട്ട് കേട്ടോ. ആദ്യം ഇതിലൊരു നടന്നു പോകാനായിട്ടുള്ള വഴിയുള്ളൂ എന്നാണ് ഇവർ പറയണത്. പിന്നെയാണ് ഇപ്പോൾ വലുതാക്കി ഇത്രയ്ക്കും വലിയ റോഡ് പോലെ ആക്കിയത് കേട്ടോ. റോഡെന്ന് പറയണത് നമുക്ക് റോഡെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇവർക്ക് ഇത് ഇത്രയ്ക്കും വലിയ റോഡാക്കി. ഇവർ ഹൈവേ എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇവർ അങ്ങനെയുണ്ട്. കുറച്ച് വെള്ളം തട്ടാ തമ്പാച്ചാ. ലാൻഡ് സ്ലൈഡൊക്കെ ആക്കിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. മലകളിങ്ങനെ കയറണു ഇറങ്ങണു. ഇതാണ് നമ്മുടെ മെയിൻ പണി ഇപ്പോൾ തട്ടാ. ഈ മൈനിങ് എല്ലാവരും ഹൈലക്സാണ് വണ്ടിട്ടാ. ഹൈലക്സില്ലാത്തൊരു ഏരിയയില്ല കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഹൈലക്സാണ്. ഇവിടെ പോകണമെങ്കിൽ ആ വണ്ടിനെ വേണേ. അങ്ങനെയുണ്ട്. 4x4 മിനിമം വേണം. ചേച്ചിമാരെ വണ്ടി ഓടിക്കണോ, വേറെ കാര്യം. ചൈനക്കാർ ഹൈലക്സ് ഇറങ്ങിയിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്തോ പടക്കി എന്തോ കമ്പോൾ ലോറിക്കാരൻ എന്തോ പണി കിട്ടിയെന്നുകൊണ്ടിട്ടാ. നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വന്ന മറ്റേ ക്രെയിനാ പഞ്ചറാന്നുകൊണ്ട്. ഓ ഇത് പച്ചപ്പ് കണ്ടമ്മ. എന്തൊരു മെഷീനും കൊണ്ട് പോവാടാ. ഫോർഡിൻ്റെ റേഞ്ചർ. ഈ മലയൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയി അതാ ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തണട്ടാ. നമ്മൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയതാ. അടിഭാഗത്ത് നല്ല പച്ചപ്പ് കാണാണ്ടിട്ടാ. ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണെന്നുകൊണ്ട് അടിഭാഗം വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴുകണമെന്നില്ല. അടിഭാഗത്തെ ഏരിയ പച്ചപ്പ് കാണാണ്ട്. വഴി രക്ഷയില്ലടാ. അമ്മായിരത്തിലറേ നെയിം ബോർഡ് കണ്ടമ്മ. പൊട്ടി തന്നിട്ടുണ്ടല്ലോ പപ്പട വട്ടേ. എവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അമ്മേ ഇത് ഭയങ്കര കാഴ്ചയല്ല. അതേ കണ്ട ഒരു പച്ച ഇത്ര നേരം വണ്ടി ഓടിച്ചിട്ട്
ഹുവാക്കാൻ അല്ലേ സത്യന്റെ പേര്? ഹൊക്കാങ്. വണ്ടികൾ ഇറങ്ങണ്ട അവിടെ. പള്ളി പെരുന്നാളിന്റെ വണ്ടിയാണ് അവിടെ കിടക്കണടാ. അവിടെ ഭരിക്കണത് ഒരു മലയാളി. ആലോചിക്കാൻ പറ്റും നമുക്ക്. നമ്മളാ ഗ്രാമത്തേക്ക് പതുക്കെ എൻട്രി ചേട്ടാ. ഈ താഴ്വാരത്തൊക്കെ പച്ചപ്പാട്ടാ. ഇതൊക്കെ ഇവിടെ ചങ്ങലിട്ട് പൂട്ടണ ഏരിയ ചേട്ടാ മൊത്തം. വേറെ കാര്യം ഒരു പച്ചപ്പും തെളിമയും കണ്ടപ്പോൾ സന്തോഷം. മരുഭൂമി ആണെങ്കിലും കുറച്ച് ഈ പച്ചപ്പിൽ അവർ ചെറുവക കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടാ. അത് അത്ഭുതമായിട്ടുള്ള നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പരിപാടികളൊക്കെ ഇവിടെ കാണാം. നമുക്ക് കൃഷിയുടെ ഒക്കെ വേറെ രീതികൾ നമുക്ക് പരിചയപ്പെടുത്താട്ടാ. ഈശ്വര പോയേനെ പരിചയപ്പെടുത്താൻ. ആഹാ എന്തൊരു റൈഡ് അല്ലേ, അടിപൊളി. ഹെവി റൈഡ് കിട്ടി നമുക്ക്. ഫുൾ പച്ചപ്പെട്ട മുമ്പിൽ. ഇന്നത്തെ ഈ ഒരു ടെറൈൻ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോയി കഴിഞ്ഞാൽ ചെറിയൊരു കൊക്കെ ഉണ്ട് അപ്പുറത്ത്. അത് വേറെ കാര്യം. കുട്ടികൾ വരുന്നുണ്ട് അവിടെ നിന്നിട്ടാ. അമ്മ സുസുക്കിയുടെ ആയിട്ടാ. സുസുക്കി അല്ല മറ്റേ മിസ്റ്റർ വിഷി. നൈസ് തണുപ്പിട്ട് അടിവാരത്തേക്ക് എത്തിയപ്പോളേ അടിപൊളി തണുപ്പ് കിട്ടിയിട്ടാ. ഇതിനുള്ളിൽ നമുക്ക് ഇനി നമ്മുടെ ആൾക്കാർ ഇപ്പോൾ അച്ഛനെടുക്കണ്ടേ. പരിപാടി ഓർഗനൈസ് ചെയ്യണത് ഒരു മലയാളിയാന്ന് പറയുമ്പോഴാട്ടോ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. അത് അന്തൂനെ പറ്റി നമുക്ക് വണ്ടികളൊക്കെ അവിടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അണിനിരന്നിരിക്കട്ടാ. കടിച്ച് മീറ്ററായിട്ട് വന്നുകൊണ്ടിട്ടാ നൈസായിട്ട്. ഫോട്ടൺ അതേത് കമ്പനിയാണോ? ചൈനയാവും. എവിടേക്ക് പോകണ്ടെന്നറിയില്ല കേട്ടോ. വീണ്ടും താത്തിക്കട്ടാ. എങ്ങനെ ഇവിടെ ആൾക്കാർ ജീവിക്കണമെന്ന് ചോദിക്കാല്ലേ. കല്ല് പൊളിച്ചിട്ട് നോക്കിയാൽ എന്തിൻ്റെ പരത്തിൽ ഇവിടെ നിൽക്കണമെന്ന് മാത്രം ഇതാക്കിയാൽ മതി. സ്വന്തം നാട് വിട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. നോക്കിയാൽ ഒരു അമ്മാമ്മ നടന്നു കയറി നോക്കിയാൽ അവിടെ വണ്ടി ഇട്ടല് ഉള്ള അമ്മമ്മ. അമ്മമ്മ പേടിക്കണ്ട, നമ്മൾ ഒരുത്തിക്ക് പോകണില്ല. അമ്മമ്മ പോയിട്ട് ഇവിടെ സാധനങ്ങൾ പോകുള്ളൂ. അമ്മച്ചി ഫുൾ പവറുണ്ട് അമ്മച്ചി. എന്തൊക്കെ പറയുന്നുണ്ട് ചേച്ചി? നോയ് പസാദാന്നൊക്കെ പറഞ്ഞു. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടാ. സ്പാനിഷിൽ നോയ് പസാദാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ പരിപാടി കേട്ടോ അവിടെ. ഒമ്പൻ ഓപ്പൺ മാർക്കറ്റും. ആഹാ കാത്തിരുന്ന കാഴ്ചകൾ നമ്മുടെ മുമ്പിലിട്ടാ. അത് കലക്കി വണ്ടി പാർക്ക് ചെയ്യട്ടാ. ഇതിൻ്റെ ഉള്ളും കച്ചവടം നടക്കുന്നവർ ആലോചിക്കുക. താമസിക്കാൻ ടെൻ്റൊക്കെ ഇട്ടുണ്ടാ അമ്മച്ചി. അമ്മേ ഇങ്ങനെ പ്രതീക്ഷയില്ലേട്ടാ ഞാൻ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര, ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാണാൻ പോവാണ് നമ്മൾ ഇവിടുത്തെ ഈ മരുഭൂമിയിലത്തെ ലോകം നമ്മൾ കാണാൻ പോവാ. ഇത് ഓർഗനൈസ് ചെയ്യുന്നതും നടത്തും ഒരു മലയാളി ട്ടാ. ചേട്ടന്മാർ ഇതേടെ ഫുൾ പവർ അടിച്ച് മീറ്റിട്ടാ. ഇന്നത്തെ ആഘോഷം പള്ളി പെരുന്നാൾ ആഘോഷിക്കണവരിടാ. ഇവിടെ അമ്മിച്ചിമാരെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞൊരു ഇതെല്ലാവരും ഫുഡിലേക്ക് കടന്നു പോകണല്ലേ. എന്തോ പ്രദർശനം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ബീർ അടിട്ടാ. കൾച്ചറിൻ്റെ ഒക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവർ പള്ളിയുടെ പുറത്ത് തന്നെ മാതാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പരിപാടി നമ്മൾ ഓരോ കൊട്ടിട്ടാ. ഇതും പ്രായമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പള്ളി പെരുന്നാളിന് പള്ളിയിലത്തെ എല്ലാ കസാരയും മേശൊക്കെ പുറത്തേക്ക് വെച്ചിരിക്കണ്ട. നമ്മുടെ മാതാവ് പുറത്തുണ്ടട്ടാ. മാതാവിൻ്റെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാഴ്ച കേട്ടാ. മാതാവിൻ്റെ കാഴ്ച തന്നെയാട്ടാ. എന്താ പറയുക, അത്ഭുതമുള്ള മാതാവെന്ന് പറയണ കേട്ടോ. മാതാവൊക്കെ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കണം കേട്ടോ. മാതാവ് മുകളിലേക്ക് നോക്കിയിരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു മാതാവ് ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു മാതാവിനാണ് കേട്ടോ. പ്രാർത്ഥനയുടെ അന്തരീക്ഷം മൊത്തം ടോട്ടലി മാറാട്ടോ. പ്രാർത്ഥിക്കുന്നത് പുറത്ത് കസേര ഇട്ടിട്ട് പാട്ടും പരിപാടി, അപ്പുറത്ത് ഭക്ഷണം അല്ലെങ്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസുകളെല്ലാം ഉണ്ട് കേട്ടോ. വെയിലടിക്കാതിരിക്കാൻ നമ്മുടെ നാട്ടിലത്തെ പച്ച ഷീറ്റ് മുകളിലുണ്ട്. വെയിലടിക്കാതിരിക്കണ്ട. ഇതുണ്ട പരിപാടിയുടെ ഭാഗമായിട്ട് കിട്ടിയതാണെന്നുണ്ട്. ചാതി സാധനം നോക്കിയാൽ ഒരു റിങ് ഇട്ടിരിക്കട്ടോ. നോക്കിയണ്ട അല്ല റിനോ യാ നോമറെ പലതരം ട്യൂബാണ് നമ്മൾ കണ്ടിട്ടോ. ഇത് ആദ്യം ഈ റേഞ്ചില് ആനക്കൊമ്പാന്ന് വിചാരിക്കണം നമ്മൾ ആദ്യം നോക്കുമ്പോൾ. ഗ്രാസിയാസ്. ഇവിടെ വന്നപ്പോൾ മാതാവിനൊക്കെ നമ്മൾ കൂടെ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് മാതാവിനെ കാണുമ്പോഴല്ലേ ഒരു പ്രത്യേക ഒരു എനർജി ഇട്ടാ. എന്നിട്ടാന്നറിയില്ല, ഒരു രസമുണ്ട് കാണാനായിട്ട്. എത്രയധികം ആൾക്കാർ ഇവിടെ വന്ന്
2-3 ദിവസം മുമ്പൊക്കെ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് ക്യാമ്പ് അടിച്ചൊക്കെ താമസിച്ചിരുന്നവർ ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കണടാ. എന്തായാലും അതൊരു അത്ഭുത കാഴ്ചയായി. നമ്മൾ ഒരു മതത്തിനോ അല്ലെങ്കിൽ അതിനൊക്കെ പുറമെ ഇങ്ങനെ ആൾക്കാർ ലോകത്ത് ജീവിച്ചിരിക്കണല്ലോ, അതിന് വലിയ കാര്യട്ടാ. മൂപ്പരകത്തോണ്ട് നമുക്ക് പോയി അച്ഛനാണോ ഈ പരിപാടിയുടെ പല്ലങ്കേനെ നമുക്ക് കാണണ്ടേ? കച്ചവടം കൊന്ത കച്ചവടം സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് പള്ളിയിലകത്ത് കയറാം. ഈ ഒരാളെ കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നേട്ടാ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്ത് വന്നത്. എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മൂപ്പരെ കാണാൻ എത്ര നേരം വന്നേ? ഓ ഭയങ്കര സംഭവം വെച്ചത്. എന്തായാലും അവരെ പരിപാടി നടക്കട്ടെ. നമ്മുടെ നാട്ടിലത്തെ പള്ളി പെരുന്നാൾ പോലെ തന്നെ ആശീർവാദം മഞ്ചിരിപ്പൊക്കെ ഇവിടെ കാണാട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എങ്ങനെ വന്നു ചെയ്തിട്ട് ട്രെയിനിൽ നിന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രദേശം ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ ആൾക്കാർ പുറത്തേക്ക് പോകാനും പിടിക്കാനൊക്കെ ആയിട്ട് എന്തോരം സ്ട്രഗിൾ ചെയ്യണ്ടാവും. മാതാവിൻ്റെ വസ്ത്രത്തിൻ്റെ അടിയിലുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അവർ പെറു ആൾക്കാരെ ഹൈറ്റ് ഇത്രയും പെറു ആൾക്കാർ ഹൈറ്റ് കുറവുണ്ട്. നമ്മളെവിടെ പോയാലും ആ പെറുവിലത്തെ ആൾക്കാരെ തിരിച്ചറിയണമെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു തുണി മൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്തുവാ ഇടവകത്തെ എല്ലാവരും ചില്ലാണല്ലേ? നമ്മുടെ നാട്ടിൽ വന്ന സ്ഥലത്തില്ലേ അച്ഛന്റെ മേടില്ല ഇടവകയില്ല, ഇവിടെ തന്നെ ബൗറ്റിസം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും ദൂരം കൊച്ചു പിള്ളേരും ഇവിടെ വന്നിരിക്കുക. ഇവിടെ ബൗറ്റിസം ചെയ്യാൻ പോയി. അതെ, ഇവിടെ ഈ മാതാവിൻ്റെ അടുത്ത് തന്നെ ബാപ്റ്റിസം ചെയ്യണമെന്നുണ്ടല്ലേ? മാമോദിസ എടുക്കാൻ പോവാണ്, ബാപ്റ്റിസം കർമ്മം നടക്കാൻ പോവാ. നമ്മൾ കഴിഞ്ഞ ദിവസം പേരമ്മമാര് മുടി വളർത്തില്ല എന്ന് പറഞ്ഞാണ്ടാ. അവിടുത്തെ പേരമ്മമാരെ ഏറ്റവും വലിയ മുടി വളർത്താണ്ട് ഇങ്ങനെ ചുള്ളത്തിമാരായിട്ട് നമ്മുടെ പോലെ നടക്കൂട്ടോ. നമ്മുടെ കളി മുടിൻ്റെ അവിടെ, അത് വേറെ കാര്യം. നമ്മൾ വെട്ടിയാണ്. ഈ ഡ്രസ്സ് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ സംഘം നടക്കാൻ പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. അച്ഛൻ നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. ചിലപ്പോഴത്തെ തിരക്കുകൾ എടുത്തേക്കണ്ടേ? അല്ല 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 പറയാമുള്ള നീ കുറേ മാധവനുണ്ട്. ഇങ്ങനത്തെ മാധവന് അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. ഓരോ മാധവന് ഇവിടെ കാണുന്ന ഓരോ രൂപങ്ങൾക്ക് ഓരോ ഒരു ചായടാ. ഇവിടെ വേറെ ഒരു മാധവ് ഇരിക്കുന്നുണ്ടോ നോക്കിയാൽ? ഇവിടെ മാധവനും ഇതൊക്കെ ഒരു ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടോ? കൊഞ്ചക്കാകെ പൊടി പിടിച്ചു, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ. ഇതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടുന്നത്? മുമ്പ് ഇവർ ഇവിടുത്തെ തിരുനാളെന്ന് പറഞ്ഞാൽ വെള്ളമടി, പാർട്ടി, തീറ്റി കൂടിയാണ് മാത്രം. നമ്മുടെ അച്ഛന്മാർ വന്നതിന് ശേഷമാണ് ഇവരെ ആ ഒരു പ്രാർത്ഥന ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും ക്രിസ്ത്യാനി തന്നെയായിരുന്നു. പക്ഷേ എല്ലാം ക്രിസ്ത്യൻസാ. പക്ഷെ അവർക്ക് അതിന്റെ ഒരു ആ ഒരു ഇവിടുത്തെ അവസ്ഥ നോക്കിയാൽ വെള്ളമടി, പാർട്ടി അത് മാത്രമേ ഉള്ളൂ. അതെല്ലാം അച്ഛന്മാരെ മാറ്റിയെടുത്ത് ആദ്യം പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആഘോഷം. ആദ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മതി ആഘോഷം. അങ്ങനത്തെ ഉള്ള രീതിയിലാക്കിയെടുത്തു. അതെ 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 അതെ, ശരിക്കും അത് ഭയങ്കര സംഭവമായിട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോയി ചെയ്യുന്നുണ്ടോ. ആൾക്കാരൊക്കെ ഓരോ മലമുകളിലൊക്കെ ഓരോ വീടുകളൊക്കെ വെച്ച് ഓരോ സ്ഥലങ്ങളൊക്കെ താമസിക്കുന്നുണ്ടോ. ഇവിടെ മെഴുതിരി നോക്കിയാൽ നമ്മുടെ മലയേറ്റൂരും അവിടെ ഇവിടെയൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ എത്തിക്കുന്ന പോലെ മെഴുതിരി എത്തിക്കുന്നുണ്ട്. എന്തൊക്കെ വിശ്വാസം ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും ആ ഒരു മൂഡ് ചെയ്യും. നമ്മുടെ ഇഷ്ടികാരം ഉള്ളിലാണ് വരുന്നത്. അതൊരു പുതിയൊരു ഐഡിയ ആണല്ലോ അല്ലേ? ഇഷ്ടികാരുള്ള ഈ മാതാവിന് ഒരു അത്ഭുതം ഉണ്ടെന്ന് അവർ പറയും. ഇവർ എല്ലാ വർഷവും ഈ ദിവസം അരയ്ക്കുമ്പോൾ പുറത്തുള്ളവരും ഇതെന്ന് വെച്ചാൽ അവർ നടന്നു വരും. ഈ സ്ഥലങ്ങളൊക്കെ നേർച്ച കൊടുക്കുന്നവരും നേർച്ച നേരുന്നവരെല്ലാം നടന്നു വിളിക്കുന്ന അവരുടെ നേർച്ച. നമുക്ക് ബൈക്കുമ്പോൾ വന്നിട്ട് പറ്റുന്നില്ല, പറ്റുന്നതല്ല. അവരെത്ര മണിക്കൂർ എത്ര ദിവസം നടക്കും. ഇങ്ങനത്തെ ഒരു മാധവന നമ്മൾ ആദ്യമായിട്ട് കാണണം. മുകളിലേക്ക് നോക്കണം മാധവന. ഓരോ സംഭാവന ചെയ്തവരുടെ പേര് വിളിച്ച് നന്ദി പറയുമ്പോൾ അവർ ബാൻഡ് അടിച്ച നന്ദി പറയും. അതെ, മറ്റേ ഇവിടുത്തെ കസ്റ്റമറാണ്. അവരുടെ പേര് പറയുമ്പോൾ ഒരു ബാൻഡ് ബാക്കിലടിക്കും. ചെറിയ വെടി ഒന്ന്, വലിയ വെടി ഒന്ന്. അടിപൊളി അടിക്കണ ചേട്ടന്മാരൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു മീറ്റർ സെറ്റപ്പിൽ നിൽക്കണടാ. ഒക്കെ ഒരു ചെറിയൊരു കിറിങ്ങിള്ള നിൽക്കണ ചേട്ടന്മാര്. അച്ഛാ എങ്ങനെയാന്ന് പരിപാടി? എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവും? താങ്ക് യു. എത്ര ആൾക്കാർ ടോട്ടൽ വന്നിട്ടുണ്ടാവും? അറിയത്തില്ല, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേരല്ലേ, വലിയ സാഞ്ചുറി ഒന്നും അല്ല. പക്ഷെ ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടുണ്ടല്ലേ ഇത് ആൾക്കാർക്ക്. ഞങ്ങളൊരു പടം ഇളകിയിട്ടാ, ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല. അച്ഛനാ എല്ലാവരും അല്ലേ? എല്ലാവരും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അച്ഛനോട് അല്ലേ? ക്ലൈമറ്റ് ഇവിടെ ഉണ്ടാക്കിയെടുത്തു. അതെ അതെ അതെ. മിഠായി അറിയുന്നവരടി അങ്ങോട്ട് എറിയപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലേ? എല്ലാവരും ആവേശത്തോടെ പറക്കാടാ. ഇതൊരു ആഘോഷത്തിന്റെ ഭാഗമുണ്ടോ ഇവിടെ? അതിൽ പൈസ ഉണ്ടോ? പൈസ അറിയണ്ടല്ലേ? പൈസ ഉണ്ട്, എൻ്റെ ഉള്ളിൽ ചില്ലറ പൈസ ഉണ്ട്.
നല്ല അടിപൊളി. അപ്പോൾ ഈ നിൽക്കുന്ന രണ്ടുപേരും ഇവിടുത്തെ കൈക്കാരന്മാരട്ടോ, നമ്മുടെ നാട്ടിലത്തെ കൈക്കാരന്മാർ, ചേട്ടന്മാരെ പോലെ തന്നെ കൈക്കാരന്മാർ. ഹായ്. മാതാവ് മേലേക്ക് നോക്കി നിൽക്കണല്ലോ, എന്തൊരു സംഭവം. ഇത് മാതാവ് സ്വർഗാരോപിതയായ മാതാവില്ലേ, അതായത് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പോകുന്നതാണ്. ഇത് ഒരു പേരുടെ അനുസരിച്ച് പെറുവിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. സാധാരണ മാതാവ് നിന്നാണല്ലോ സ്വർഗത്തിലേക്ക് കയറുന്നത്. ഇവിടെ ഇരിക്കുന്ന രൂപമാണ്. ഇതെന്താ കാരണം? ഇവിടുത്തെ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു ട്രഡീഷനാണ്. ഈ ട്രഡീഷണൽ ഒരു വില്ലേജും ആയിരുന്നു. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ പോകുന്ന വഴിയിൽ അങ്ങനെ കണ്ടെത്തിയ രൂപമാണ്. അച്ഛനിവിടുത്തെ മൂപ്പനാവാനായിട്ടുള്ള കാരണം എങ്ങനെ ഇവിടെ അച്ഛൻ വന്നെത്തി? ദൈവം എറിഞ്ഞതല്ലേ, നമ്മളെ എടുത്ത് എറിഞ്ഞിരിക്കുകയല്ലേ. എത്ര കൊല്ലം ശരിക്കും ഇവിടെ വന്നിട്ട്? ഞാൻ പെറുവിൽ വന്നിട്ട് 11 വർഷമായി. 11 വർഷം. അതിനു മുമ്പ് എവിടെയായിരുന്നു? നാട്ടിലെ കോട്ടയത്ത്. ഞാൻ CMI കോട്ടയം പ്രൊവിൻസിലാണ്. അച്ഛൻ നാട്ടിലെവിടെ? കോട്ടയത്ത് തന്നെയാണ്. നാട്ടിലെ എൻ്റെ വീട് തൈക്കാട്ടുശ്ശേരി, ചേർത്തല, എറണാകുളം രൂപ തന്നെ. ഫുൾ നെയിം? സിജു വാക്കുവള്ളി. ഒരു മറ്റേ വിശുദ്ധനാവാനുള്ള പല യോഗ്യതയും ഉണ്ട് കേട്ടോ. വേറെ വിശുദ്ധന്മാരൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും മിഠായി കൊടുക്കാം. എനിക്ക് വേണ്ട മിഠായി വേണ്ട, നീ എടുത്തോ. ഞാൻ തമാശ പറഞ്ഞോ, എടുത്തോ, എന്നെ മുത്തെടുത്തോ. ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. സോറി മാൻ, സോറി ഗോ. അല്ല അത്രയുള്ള മോളെ. എന്തൊരു മുറിയാട്ടോ, ഇവിടെ നിന്നൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. നാരങ്ങ നോക്കിയാൽ ലെമോണാണ് നമ്മൾ കണ്ടിട്ടാ. അപ്പോൾ വീണ്ടും ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കട്ടാ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ഇന്ത്യ അച്ചരി സാൻഡോ ഓ പുള്ളിക്കാരത്തിന്റെ മകനാണ് ഇന്ത്യയിൽ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ അച്ഛാ ഇവിടെ വന്നിട്ടുള്ള പ്രവർത്തന സംഭവങ്ങളൊക്കെ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഒരു അത്ഭുതം തോന്നുന്നു. നമ്മളെ പോലെ ഒരു മലയാളി ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു മരുഭൂമിയിലുള്ള വന്നിട്ട് ഇങ്ങനെ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ ഇതിലും വലിയ സാമ്രാജ്യം അപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിട്ട് ഇതന്നെ ഏറ്റവും വലിയ സാമ്രാജ്യം. ഇത്രയ്ക്കും ദൂരം വന്ന് ഇങ്ങനെ ഒരു ഇത് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ തോന്നി ഇവിടേക്ക് എത്തിക്കാനായിട്ട്? ഇത് നമുക്ക് ഈ പള്ളി കിട്ടിയിട്ട് 1 വർഷമായുള്ളൂ, 1.5 വർഷത്തോളായുള്ളൂ. സഭയെ ഏൽപ്പിക്കുന്ന മെത്രാനെ ഏൽപ്പിച്ചത് കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം വിട്ട് തന്നെയാണ് ആദ്യമായിട്ട് CMI അച്ഛന്മാർ ഇവിടെ ഈ ഇടവകയിൽ അച്ഛന്മാർ, അത് പുതിയൊരു ഇടവക രൂപീകരിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ മുമ്പ് എവിടെയായിരുന്നു? ഇവിടുത്തെ ആൾക്കാർക്ക് വേറൊരു പള്ളി ഉണ്ടായിരുന്നു, ആ പള്ളിയുടെ ഭാഗമായിരുന്നു. നമ്മളെ ഡ്രോൺ പറത്തിയപ്പോഴേ ഈ പള്ളിയുടെ ബാക്കിൽ ഒരുപാട് തറ കല്ല് കണ്ടുല്ലോ. അത് അവിടെ മുമ്പ് ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു മുമ്പ് ഇതൊരു വില്ലേജ് പോലെ ആയിരുന്നു നേരത്തെ. ആ വില്ലേജ് ഇല്ലാതായതാ. ഇപ്പൊ ഇവിടെ മുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നമ്മള് ഡ്രോൺ പറപ്പിച്ചപ്പോ ശരിക്കും അതിന്റെ ഒരു വിഷ്വല് കണ്ടു. അതെന്തുകൊണ്ടില്ലാണ്ടായ? അതായത് ഈ വെള്ളമുണ്ട് ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ വെള്ളമാണ്. ഇവിടെ ഈ ഉറവയുള്ളത് കൊണ്ട് വെള്ളമുണ്ട്. പിന്നെ ഈ ആൾക്കാർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പിന്നെ മാറിപ്പോയി. എന്നാ പറയുന്നത്, ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് മാറിപ്പോകുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു മൈൻ വരുന്നുണ്ട്. എന്തിന്റെ? കോപ്പർ. അപ്പൊ അതിനുള്ള വണ്ടികളാണ് വന്നു പോയിരിക്കുന്നത്. ഞങ്ങൾ ട്രാവൽസ് ഫാമിലിയുടെ ഒരു പ്രത്യേക അഭിനന്ദനം. താങ്ക് യു. അടിപൊളി. അന്ത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ട്രെയിനാന്നുള്ളത് ആലോചിച്ചിട്ട് പോലില്ല എന്ന് പറയാ. സന്തോഷം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മിഷണറിമാർ ജീവിക്കുന്നത്. അതെ, ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് ഇവിടെ കുറച്ച് പ്രവർത്തനം ചെയ്യാണ്ട്. ഒരു ദിവസം അവിടെ നിന്ന് 1 മണിക്കൂർ വണ്ടിയിൽ കയറി വന്നപ്പോ നമ്മുടെ കട്ടയമ്പോടും പോയി. ഇവര് 13 വൈകിട്ട് സമ്മതിക്കണ്ടേ? അതെ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പ്രദക്ഷിണം കൂടിയുണ്ട്. അവര് പ്രദക്ഷിണം ഉണ്ടോ? ഓക്കെ. നമ്മുടെ നാടിനെ നമ്മൾ ശരിക്കും ഓർക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാളിൽ എന്തൊക്കെ സംഭവിക്കണോ, അരങ്ങ് പോകണമില്ലേ, അതേപോലെയാണ് നമ്മൾ ഓരോന്നും കാണുന്നത്. സെയിം ഡിറ്റോ 7 കടലും താണ്ടി പെറുവില് ഇത്രയും ഇന്നർ ഗ്രാമങ്ങളിലും സെയിം സിസ്റ്റമാണ് ഫോളോ ചെയ്യണത്. ഇപ്പോൾ അല്ലെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. എന്നുള്ള പാട്ടില്ലേ, നമ്മള് അമ്പന് പാടുന്ന പാട്ടില്ലേ, അത് ഓർമ്മ പറഞ്ഞാ. നമ്മള് പലതരം വെടിക്കെട്ട് കണ്ടിട്ടാ. വേറൊരു വെറൈറ്റി ഒരു 70 വയസ്സായ അപ്പം പൊട്ടുന്ന വെടിക്കെട്ടുണ്ട്. നമ്മള് ചിന്തിക്കാൻ പറ്റുമോ? അത് പോണോ പോയനെ ഇതിനെ പൊട്ടണട്ടാ. നോക്കിയാ മുളയാമ സെറ്റ് ചെയ്തിരിക്കട്ടാ. നോക്കിയാണ്ടാ ഊതുണു അല്ലക്കണോട്ടാ. ചെക്കൻ പ്രായമേത ലെവല്. നമ്മുടെ നാട്ടിൽ ധൂപം പിടിച്ച് വരുന്ന ആൾക്കാർ സംഘത്തിന്റെ പോലത്തെ ഉണ്ടാവുക സിമ്പിളായിട്ട് ഒരു ചെക്കൻ ആട്ടിൻകുട്ടീനെ പിടിച്ചിരിക്കട്ടാ. അപ്പൊ അവയാന്ന് വിളിച്ചാ ഇതെന്തിനെ കൊണ്ടുവരുന്നറിയാമോ? പണ്ട് ബൈബിളിൽ പറഞ്ഞില്ല, അവര് മറ്റേ ചെമ്മരിയാടിനെ ബലി വയ്ക്കുന്നതാണ്. ആ ഒരു സിസ്റ്റം അവർക്കുണ്ട്.
പൂജയ്ക്ക് നമ്മൾ അച്ഛന് കൊടുക്കുവാണ്. എന്നിട്ട് അവര് ഇവിടെ അത് ഇവിടെ ഉള്ള ലേലത്തിൽ ഏറ്റവും ആര് പൈസ കൊടുക്കുന്ന അവരെ കൊണ്ടുപോകും. ബലി കൊടുക്കണപ്പോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാ ഓരോരോ ആചാരങ്ങളേ. അപ്പൊ അമ്മമാര് പതുക്കെ അടിയായി പിടിക്കാന്നുണ്ട്. അപ്പൊ കാണാ നമ്മുടെ പടക്കം പിടിച്ചപ്പോ അവന് പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരെ നമ്മുടെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. വേറെ കാര്യം മാതാവ് ക്ഷമിക്കുന്ന പിള്ളേരെ ഇവിടെ ചെറിയ അടിപിടി ഉണ്ട്. സീനിലെ ഫുൾ പവർ സൂര്യനെ പതുക്കെ പോണു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാതാവ് പതുക്കെ കൂട്ടിലേക്ക് പോട്ടാ. പ്രദർശനം കഴിഞ്ഞിട്ടാ ഞാൻ മാതാവിനെ പിടിച്ച് പള്ളിയുടെ മുന്നിൽ വന്ന് നിർത്തി. പള്ളിയിൽ വന്ന സാധനം അവർ ലേലം വിളിക്കട്ടാ. ലേലം വിളിക്കണേ. അപ്പൊ എല്ലാവരും റേറ്റ് ഓരോ റേറ്റ് ഇട്ടുകൊണ്ടിരിക്കണ്. ഏകദേശം പരിപാടി തീരാറായിട്ടാ. സൂര്യേട്ടൻ പതുക്കെ പോവാറായിട്ടുണ്ട്. അത് വേറെ കാര്യം. അവന്റെ അടുത്ത് ആടിന്റെ വലിപ്പം കൂടി വരുന്നുണ്ടോ എന്തുവാ? വേറെ ആടാണല്ലോ അത്. ആടിനെ ബലി കൊടുക്കാൻ വേണ്ടി വന്നിട്ടില്ലാട്ടാ. ഇവരെ ഓരോ ആചാരങ്ങളാണ്. ഇത് കണ്ട. അപ്പൊ നമ്മുടെ ആടിനെ ലേലം വെക്കാട്ടാ. ലേലത്തിന് ആടിനെ വന്നിട്ട് ചെക്കൻ വയ്യാണ്ടായിട്ടോ. വേറെ കേസ് കണ്ട. കുറെ നേരം തുടങ്ങിയിട്ട് ചേട്ടാ അത് എങ്ങനെയാണ് വിറ്റ് താന്നാണ് ചേട്ടൻ ആവാൻ നോക്കണം. ഇതിന് അമ്മട്ടാ. എത്രയാണ്? 250 സോളസ്. 5000 രൂപ. 5000 ആയത്തെ വിളി. ലേലം വിളിയുടെ കുറെ വെർഷൻസാ. വെർഷൻ മാറണ്ട. ലേലം വിളിയാന്ന് ചോദിക്കുമ്പോഴാ ചിന്തിക്കാൻ പറ്റുമോ ലേലം വിളിയുടെ റേഞ്ച്? ഈ അപ്പാപ്പനെ വിളിച്ചാടാ. ലേലം വിളിച്ചു.